കൂടല്ലൂരിനും തൃത്താലയ്ക്കുമിടയിൽ എഴുത്തിന്റെ ഓളവും തീരവും തീർത്ത എംടിക്ക് വിട നൽകി നാട്. വരാനിരിക്കുന്ന തലമുറകൾക്ക് വായിച്ചാൽ തീരാത്തത്രയും ജീവിതങ്ങളെ കഥകളിൽ അവശേഷിപ്പിച്ചാണ് എംടി വിട പറഞ്ഞത്. എന്റെ സാഹിത്യ ജീവിതത്തിൽ മറ്റെന്തിനോടുമുള്ളതിനേക്കാൾ അധികം കടപ്പെട്ടിരിക്കുന്നത് കൂടല്ലൂരിനോടാണ്. വേലായുധേട്ടന്റെയും ഗോവിന്ദൻകുട്ടിയുടെയും പകിടകളിക്കാരൻ കോന്തുണ്ണി അമ്മാമ്മയുടെയും കാതുമുറിച്ച മീനാക്ഷിയടത്തിയുടെയും നാടായ കൂടല്ലൂരിനോട്. എനിക്ക് സുപരിചിതമായ ഈ ഗ്രാമമാണ് എന്റെ ഭൂരിപക്ഷം കൃതികളുടെയും പശ്ചാത്തലം. അതിലൂടെ ഒഴുകുന്ന പുഴ എന്റെ ജീവധമനിയാണ്. ഗ്രാമം എനിക്ക് ബിംബങ്ങളും വാക്കുകളും തന്നു. എവിടെ പോയാലും ഏത് നാട്ടിലായാലും എംടി കൂടല്ലൂരുകാരനാണ്. വേരുകൾ പറിച്ചു മാറ്റാനാവാത്ത വിധം എംടി എന്ന മനുഷ്യനിൽ, എഴുത്തുകാരനിൽ കൂടല്ലൂരുണ്ട്. പാലക്കാട് പട്ടാമ്പി താലൂക്കിലെ കൂടല്ലൂർ. കിഴക്കുമുറിയെന്നും തെക്കുമുറിയെന്നും വടക്കുമുറിയെന്നും പടിഞ്ഞാറുമുറിയെന്നും 4 അടരുകളുള്ള തൂതപ്പുഴയും കുന്തിപ്പുഴയും ഒത്തുചേരുന്ന പൂമാൻതോടും നരിവാളൻ കുന്നും കൊടിക്കുന്നത്തമ്മയും മുത്തുവിളയും കുന്നും മാടത്ത് തെക്കേപ്പാട്ട് തറവാടുമുള്ള ഗ്രാമം. തീവണ്ടി വരുന്നതും പോകുന്നതും നോക്കി സമയം നോക്കിയിരുന്ന നാട്. എംടിയുടെ കഥകളുടെ ഭൂമിക. ഒരിത്തിരി കാലം മാത്രം ജീവിച്ച ആ ഗ്രാമം എംടിയിലെ പ്രതിഭയെ ഊട്ടിവളർത്തി. വ്യത്യസ്തമായ ഭൂതലങ്ങൾ തേടി പലപ്പോഴും അദ്ദേഹം അലയാറുണ്ടെങ്കിലും വീണ്ടും കൂടല്ലൂരിലേക്ക് തന്നെ വന്നെത്തും. എസ്.കെ. പൊറ്റക്കാടിന് അതിരാണിപ്പാടം പോലെ, മാർക്കേസിന് മക്കൊണ്ട പോലെയാണ് എംടിക്ക് കൂടല്ലൂർ. എംടിയുടെ 4 കെട്ടിലെ കഥാപാത്രങ്ങൾ അവരുടെ യഥാർത്ഥ പേരിൽ തന്നെ ഇന്നും കൂടല്ലൂരിലുണ്ട്. തൈവളപ്പിൽ ചന്തു, ശങ്കരൻ നായർ, കുട്ടമാമ, മുത്താച്ചി, വല്യമാമ, വക്കീൽ കുമാരൻ നായർ, കോരുകുട്ടിപ്പണിക്കർ, ആമിനുമ്മ, യൂസഫ്, കൊപ്രക്കാരൻ കുഞ്ഞാലു, രാമകൃഷ്ണൻ മാസ്റ്റർ, അത്തുണ്ണി മുതലാളി, കണ്ടൻ മേസ്തിരി, അങ്ങനെയങ്ങനെ എത്രയോ പേർ. ഇനി എത്ര കാലം കഴിഞ്ഞാലും അപ്പുണ്ണിയുടെയും വേലായുധന്റെയും ഗോവിന്ദൻകുട്ടിയുടെയും കുട്ടിയേടത്തിയുടെയുമെല്ലാം ആദിരൂപങ്ങളെ തേടി കൂടല്ലൂരിലേക്ക് വായനക്കാരെത്തും. നമ്മുടെ ഈ സ്കൂൾ നിൽക്കുന്ന ഈ കുന്നിൻ്റെ അങ്ങേ ചെരുവിലാണ് എംടിയുടെ തറവാട് വീട്ടുള്ളത്. അവിടുന്ന് കുന്ന് കയറി കൂട്ടുകാരോടൊപ്പം എംടി വന്നിട്ട് അക്ഷരം തിരിച്ചറിഞ്ഞു തുടങ്ങിയത് ഈ സ്കൂളിൽ നിന്നാണ്. ഇത് മലമക്കാവ് ഗവൺമെൻറ് LP സ്കൂളാണ്. സ്കൂളിൻ്റെ ഒരു പുണ്യമായിരുന്നു എംടി ആദ്യാക്ഷരം ഇവിടെ കുറിച്ചു എന്നുള്ളത് വളരെ അഭിമാനത്തോടു കൂടി തന്നെ ഞങ്ങൾ നാട്ടുകാർ അവതരിപ്പിക്കുന്ന ഒരു കാര്യമാണ്. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ആ യാത്രകളിൽ നിന്നാണ് അദ്ദേഹം ഈ താണിക്കുന്നിൻ്റെ ഈ ചെരുവിലാണ് ഈ സ്കൂൾ നിൽക്കുന്നത്. ഇതിൻ്റെ അങ്ങേ ചെരുവിലാണ് എംടി അദ്ദേഹം ജനിച്ച വളർന്ന അദ്ദേഹത്തിൻ്റെ വീടുള്ളത്. എംടി എന്ന് പറഞ്ഞാൽ എല്ലാം കൊണ്ടും വാക്കുകളുടെ ഒരു പെരുന്തച്ഛൻ എന്ന് പറഞ്ഞാൽ തന്നെ പറയാം. അതിന് അങ്ങനെ കരുതാൻ മൂപ്പരാണ്. പിന്നെ ഈ കലാരൂപങ്ങൾ നമ്മളെ പിന്നെ തറാപൂതൻ എന്നൊക്കെ പറഞ്ഞില്ലേ, അതിനെ പറ്റിയിട്ടും ഒരുപാട് മൂപ്പരുടെ കവിതകൾ ഇതിലൊക്കെ എഴുതിയിട്ടുണ്ട്. ഭാഗം വെക്കലിൽ തറവാട് നഷ്ടപ്പെട്ട് ഗ്രാമം വിട്ട് നഗരത്തിലേക്ക് ചേക്കേറിയ എംടി തിരിച്ച് കൂടല്ലൂരിലേക്ക് തന്നെ വന്നു. അവിടെ സ്ഥലം വാങ്ങി വീട് വെച്ചു. തിരക്കുകൾക്കിടയിൽ ശാന്തതയ്ക്കായി അദ്ദേഹം അശ്വതി എന്ന വീട്ടിലേക്കെത്തും. അവിടെ ഇരുന്ന് നിളയെ കാണും. അതിലെ ഓളങ്ങൾ ഇളകുന്നത് കാണും. എംടിയുടെ എഴുത്തുകളിൽ കണ്ട കൂടല്ലൂരല്ല ഇന്നത്തെ ഗ്രാമം. മണലെടുത്ത് നിളമെലിഞ്ഞു, കുന്നുകൾ നിലം പൊത്തി. നാളുകൾ കഴിയുമ്പോൾ ഇങ്ങനെയൊരു ഗ്രാമം ഉണ്ടായിരുന്നു എന്നതിന്റെ ഒരേയൊരു തെളിവ് കൂടല്ലൂരിന്റെ പ്രിയപ്പെട്ട വാസു അനശ്വരമാക്കിയ കഥകൾ മാത്രമായിരിക്കും. CCTV ന്യൂസ്, തൃത്താല.